ശക്തമായിട്ട് ഞാൻ പറയുന്നു, നിന്റെ തലയിൽ കെട്ട് ഊരിയിട്ട് നീ ഏതെങ്കിലും വൃത്തികെട്ട പണിക്ക് പോകണമെന്നാണ് നിന്നോടൊക്കെ പറയാനുള്ളത്. ഉസ്താദുമാര് ചെയ്യുന്ന പ്രവർത്തനം കല്ല് കൊടുത്താൽ എന്താണോ തെറ്റുള്ളത്, അത് മണ്ണ് കൊടുത്താൽ എന്താണോ തെറ്റുള്ളത്, അല്ലാതെ ഞാനുണ്ടെങ്കിൽ അവർ കൈ പിടിച്ചേരും എന്ന് പറഞ്ഞു. അല്ലാതെ കൊല്ലുന്നാള് ഞാനുണ്ടെങ്കിൽ നിന്നെ പോലത്തെ നീർക്കോലികൾ തന്നെയാ, അല്ലാതെയും കൊന്നുകളഞ്ഞത് എന്ന് വിചാരിച്ച് ശൈഖുനയുടെ മീത് കുതിര കയറാൻ നിങ്ങളെ പോലത്തെ നീർക്കോലി മുസ്ലിയാക്കന്മാര് വിടൂല മക്കളെ, വിടൂല കേട്ടോ. കരുതി വെച്ചോ ലൈവായിട്ട് കണ്ടോ ഈ പരിപാടി. ഗണ്മനം നടത്തുന്നുവെങ്കിൽ നാളെ തന്നെ സ്റ്റേജ് കെട്ടിയിട്ട് അതിന് മറുപടി പറയാൻ ഞാൻ സന്നദ്ധനാണ്. നിങ്ങളുടെ സംഘടനയുടെ പല തെക്കുമ്പോഴായ മുസ്ലിയാക്കന്മാരൊക്കെ കൊണ്ടുവന്നിട്ട് ഗണ്മനം വെക്കണോ വെക്ക്, എന്നാൽ അതിന് പിറ്റേ ദിവസം മറുപടി പറയാൻ ശിഷ്യനായ ഞാൻ രംഗത്തുണ്ടാകും. അതിനൊന്നും നിൽക്കാൻ പാടില്ല. മണ്ണ് പുറത്തല്ലാണോ തെറ്റുള്ളത്? പണ്ഡിതന്മാർ മണ്ണ് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ ഉസ്താദ് വെള്ളം വെച്ചാൽ അയാളെ നാല് വെള്ളം കൊടുക്കാൻ പാടില്ല. എന്തൊരു കഷ്ടമാണ്. ഉസ്താദ് ബെള്ളാരസ് പറഞ്ഞാല് എത്രയോ പണ്ഡിതന്മാരെ വാർത്തെടുത്ത പണ്ഡിതനാണ്. ഞാൻ കർണാടകത്തിൽ വേദി കിട്ടാൻ വേണ്ടി കാത്തിക്കായിരുന്നു. ആ കിട്ടുകൊണ്ടിന്ന് മുതലാക്കുക എന്റെ മകനിലേക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് ചില മഹല്ലത്തുകളിൽ പിരിച്ചുവിടാണ്. ഉസ്താദിന്റെ ശിഷ്യന്മാർ ഉസ്താദിന്റെ ശിഷ്യന്മാർ വാർത്തകളെല്ലാം പാടില്ല, ദിക്റെല്ലാം പാടില്ല. നിങ്ങളെ കണ്ടിട്ടൊന്നുമല്ല ഇവിടെ അള്ളാഹു ഞങ്ങളെ പഠിച്ചിട്ടുള്ളത്, ആരും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ആര് പിരിച്ചുവിട്ടാലും അത്തരം നീർക്കോലി മുസ്ലിയാക്കന്മാർ പേരൊന്നും ഞാൻ പറയുന്നില്ല, വിവാദങ്ങൾ സംസാരിക്കുന്നില്ല ഞാൻ തുടങ്ങി വെച്ചത്. പക്ഷെ പറയാതിരിക്കാൻ കഴിയാ. ഉസ്താദിനെ നേരത്തെക്കിട്ട് കയറുമ്പോൾ നേരത്തെ രഞ്ജലാടി ഉസ്താദ് പറഞ്ഞൊരു പേരുണ്ടല്ലോ, ഹാഫിൾ സൈൻ മനസ്സിലല്ലേ? അത് ഇതൊക്കെ ബന്ധം, ഈ വിഷയങ്ങളൊക്കെ അതുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് എല്ലാ ആളുകളും മനസ്സിലാക്കണം, പണ്ഡിതന്മാരുടെ വാക്കുകളൊക്കെ എന്തെങ്കിലും തെറ്റായ അർത്ഥം വെച്ചിട്ട് എന്റെ ഉസ്താദാണെങ്കിൽ എത്ര പണ്ഡിതന്മാരെ വാർത്തെടുത്ത മഹാനാണ്. ആ ഉസ്താദ് ദർസ് നിർത്തിയാൽ നിനക്കെന്തോ പ്രശ്നമുള്ളത്, നിനക്കെന്തോ പ്രശ്നമുള്ളത്. അലിഫറിയാത്ത ഫിഇൽഫായിലറിയാത്ത. ഞാൻ പണ്ട് കാലത്തൊരു കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആ വ്യക്തി സേവനം ചെയ്യുന്ന പള്ളിയിൽ ഹത്തീബായിട്ട് പോയിരുന്നു. അന്ന് ഞാൻ ജോലിയൊക്കെ എടുത്ത് നാട്ടിലെത്തി കെട്ടുമുട്ടൊക്കെ പോകുന്നപ്പോ ഫോൺ വിളി, എന്താ നിങ്ങൾ പറ്റൂല. അപ്പൊ ഈ മേൻസ് സൂപ്പ് ഉണ്ടാക്കിയാണ്, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി. അത് പണ്ടേ ഉള്ളതാ. കുത്തിത്തിരിപ്പ് പണ്ടേ ഉള്ള വിഷയമാണ്, മനസ്സിലായില്ലേ? അത് എന്നെ ഇപ്പം ആ ലൈവിൽ കാണുന്നുണ്ടാവും. ആ വ്യക്തി ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പല്ലടിക്കുന്നുണ്ടാവും. കടിച്ചോട്ടെ, അവന്റെ തലവിധി ഇതാണ്. അത് തലവിധിയാണ്, മനസ്സിലായില്ലേ പറഞ്ഞത്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, വളരെ വ്യക്തമായി ആലോചിക്കണം. ഉസ്താദ് ശിഷ്യന്മാരെ എത്രയോ വാർത്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന മനുഷ്യൻ ഏത് ശിഷ്യനെ വാർത്തെടുത്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അതുകൊണ്ട് ഉസ്താദിനെതിരെ ആദ്യം കുതിര കയറിയാലും ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഉസ്താദ് ഏൽപ്പിച്ചതുകൊണ്ട് പറയുന്നതല്ല, ഉസ്താദ് ഏൽപ്പിച്ചതുകൊണ്ട് പറയുന്നതല്ല, വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണ്. ഉസ്താദിനെതിരെ ആര് കുതിര കയറിയാലും അവരോട് മറുപടി പറയാൻ സംഗീതമുള്ള ശിഷ്യന്മാർ ഉസ്താദിന്റെ അടുക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് അത്തരം ആളുകളെ കരുതിക്കൊള്ളുന്നത് നല്ലതാണ്. കർണാടകത്തിന്റെ സകല മേഖലകളിൽ വേണമെങ്കിൽ നിങ്ങളുടെ മൂക്കിന്റെ താഴെ വന്നിട്ട് പോലും പ്രസംഗിക്കാൻ സന്നദ്ധനാണ്, തയ്യാറുണ്ടോ? വെല്ലുവിളിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് അതിൽ നിൽക്കണ്ട, അതിനൊന്നും ഇവിടെ നിൽക്കണ്ട. ഉസ്താദിനെ കുതിര കയറാൻ വിടൂല. ഏതൊരു പണ്ഡിതനും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതിന് അർത്ഥമുണ്ട്, അതിന് മായനയുണ്ട്. ആ മായനുള്ളത് കൊണ്ടാണ് മുൻഗാമികളൊക്കെയും ആ രീതിയിൽ ജീവിച്ചത്. അവർ ആരെയും കുറ്റപ്പെടുത്തിയില്ല, അവരാരെയും തിരുവറഞ്ഞില്ല, അവരാരെയും ആക്ഷേപിച്ചില്ല. അതാണ് അല്ലാത്തവരുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന പാഠം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഏതെങ്കിലും ഒരു തമ്മാടി, ഏതെങ്കിലും ഒരു വർത്തമാനവുമായി വന്നാൽ നിങ്ങൾ അതിനെ തെളിവ് ചോദിക്കണം കേട്ടോ. അത് നിങ്ങൾ വിശ്വസിച്ചിട്ട് മുകളിലെടുക്കാൻ പാടില്ല.
നിങ്ങൾ അവന് തെളിവ് ചോദിക്കണം. അങ്ങനെ തെളിവ് കൊണ്ടുവന്നില്ലെങ്കിൽ അവൻ ഇവിടെ അഭിപ്രായമുള്ളത് ഉസ്താദിനെതിരെ കുതിര കയറാൻ വരുന്നവരോട് തീർച്ചയായും മുസ്ലിയാക്കന്മാരോട് വളരെ ശക്തമായിട്ട് ഞാൻ പറയുന്നു, നിന്റെ തലയിക്കെട്ട് ഊരിയിട്ട് നീ ഏതെങ്കിലും വൃത്തികെട്ട പണിക്ക് പോകണമെന്നാണ് നിന്നോടൊക്കെ പറയാനുള്ളത്.